ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മറ്റൊരു കുക്കിംഗ് വ്ളോഗാണ്. ഞാനിപ്പോൾ കിച്ചണിൽ നിന്നല്ല സംസാരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മളൊരു ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസാണ്. ഒരു 4 ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് 4 വീഡിയോസാണ് നിങ്ങൾക്കായിട്ട് തരാൻ പോണത്. അതായത് നമ്മളൊരു ഓട്സ് പുട്ട് ഭയങ്കര ഹെൽത്തി ആണല്ലോ. പിന്നെ അതുപോലെ വീറ്റ് ഉപ്പുമാവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ആ വീഡിയോസാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവ്വം കാണുക. സിമ്പിളായിട്ട് പെട്ടെന്ന് കാണുന്ന രീതിയിൽ, അതായത് ഒരുപാട് ലെങ്തി അല്ലാണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസിനെ 4 എണ്ണം കൂടി കമ്പൈൽ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് കമൻറ്റ് ബോക്സിലേക്ക് വരിക. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ്. ഓട്സ് പുട്ട്. ഓട്സ് ഇപ്പോൾ ഞാൻ 2 കപ്പ് ഓട്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ റോൾഡ് ഓട്സാണ് കൂടുതൽ നല്ലത്. ഓക്കെ, റോൾഡ് ഓട്സ് എന്ന് പറയുമ്പോൾ നല്ല കുറച്ചുകൂടെ വലിപ്പമുള്ള ഓട്സാണ്, കുറച്ചുകൂടെ ഫൈബ്രസ് ആണ്. അപ്പോൾ ഇതൊന്ന് പൊടിക്കണം. പുട്ട് കുഴയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം അതിനകത്ത് തന്നെ ഡയറക്റ്റായിട്ട് ഇട്ടു. ഇനി ബാക്കിയും കൂടി അതുപോലെ പൊടിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ മാവ് ഈസ് റെഡി. ഓട്സ് മാവെന്ന് പറയാല്ലേ, ഓട്സ് പൊടിച്ചെടുത്ത്. പിന്നെ ഇനി വേണ്ടത് വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടായി കഴിഞ്ഞു, വെച്ചതേ ഉള്ളൂ, അതിന് മുമ്പേ ചൂടായി. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളാത്ത അത്ര. ഓക്കെ, ഇതാണ് ലുക്കോൺ. ഇതിൽ നിന്നും ഒരു 1/2 കപ്പ് എടുത്ത് വെക്കാം. കുറച്ച് ഉപ്പാകാം. ഓക്കെ, ജസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര, അത്രേ ഉള്ളൂ. വേണമെന്നില്ല, ഇത് ഓപ്ഷണലാണ്. ആൾക്കാരുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഷുഗർ ചേർക്കുന്നതിൽ തെറ്റില്ല. മുതിർന്നവർക്കാണെങ്കിൽ ഇത് വേണ്ട. ഓക്കെ, ഇനി ഇതിൽ വെള്ളം, ഇതിപ്പോൾ 1/4 കപ്പ്. ഇതിങ്ങനെ കുഴച്ച് വരുമ്പോൾ ഇച്ചിരി ഒന്ന് കുഴയുന്ന പോലെ ആകും, അത് കാര്യമാക്കണ്ട. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഒരു 1/4 കപ്പ് ഒഴിച്ചു. ഇനി ഒരു 1/4 കപ്പും കൂടെ ആകുമ്പോൾ 1/2 കപ്പ് ആകും. കട്ട അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഭയങ്കര കട്ടയായില്ലേ എന്ന് തോന്നും. ഇതും നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് കഴിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരും. കട്ടയെല്ലാം പോയിട്ട് നല്ലൊരു ഇതിൽ വരും. ഓക്കെ, ഒരു ടേബിൾ സ്പൂണും കൂടി ചേർക്കാം വെള്ളം. 1 ടേബിൾ സ്പൂൺ വാട്ടർ. അപ്പോൾ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും, അതാണ് കണക്ക്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് മാറ്റി അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിന്ന് ഒരു പകുതി എടുക്കാം. കുറച്ച് ഓട്സ്. ഓക്കെ, ഇതിപ്പോൾ 1.5 ടീസ്പൂൺ എന്ന് പറയാം. അതും കൂടി ചേർക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് വന്നില്ലേ ടെക്സ്ചർ? ആഹാ, നല്ല തിരിയായിട്ട് കൂൾ ടെക്സ്ചറായിട്ട് വന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. കഴിഞ്ഞിരുന്നത് എങ്ങനെയായി? 1.5 ടീസ്പൂണാണ് ഞാൻ ഇതിനകത്തേക്ക് എക്സ്ട്രാ ചേർത്തത്. ഡയറക്റ്റായിട്ട് മറ്റേ ഓട്സ് മുഴുവനായിട്ട്, അതായത് ശരിക്കും നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാത്ത ഓട്സ്. ഇതിൽ നിന്ന് 1.5 ടീസ്പൂൺ ഇതിൽ ചേർത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റട്ടെ. ഇതിലേക്ക് ഇടാം. അപ്പോൾ ഒരു കട്ടയില്ലല്ലോ, ഫൈനായി. ഇനി അതുപോലെ ബാക്കിയിരിക്കുന്നതും കൂടി സെയിം പ്രോസസ്സ്. ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഇടാം. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി റെഡി, ഓട്സിൻ്റെ പുട്ടുപൊടി. ഓക്കെ, ഇനി തേങ്ങ ഇട്ടിട്ട് ആസ് യൂഷ്വൽ കൂടുതൽ തേങ്ങ ഇട്ടാൽ സ്വാദാണ്. പക്ഷേ നമ്മൾ കുത്തിയിടുന്ന സമയത്ത് അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്കായി കുറേ ഇങ്ങനെ ലൂസായി കിടക്കും. തേങ്ങ പൊടിയായിട്ട് വീഴും. സ്റ്റീം വന്നു തുടങ്ങി. എന്നാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആവി പറക്കുന്ന പുട്ട് റെഡി. ഇനി ഇതിലേക്ക് നമ്മൾ കുത്തിയിട്ടെ. നല്ല ചൂട് പുട്ട് റെഡി. ഒന്നേ 1/4 കുറ്റി ഓട്സ് പുട്ട് റെഡി. ഓക്കെ, ഗോതമ്പ് റവയിലുള്ള ഉപ്പുമാവ്.
ഇതൊരു സാധാരണ ഗോതമ്പ് റവയിലുള്ള ഉപ്പുമാവ്. ഈ റവയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് റവ 1 കപ്പ്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് വളരെ സിമ്പിളാണ്. ഇനി കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഇത് രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് 2ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ വേണ്ടത് നമ്മൾ സവാളയാണ്. സവാളയും കൂടി അരിഞ്ഞ് വയ്ക്കാം. ഇതിപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി, ചെറുതാണെങ്കിൽ ഒരു ഫുള്ള്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം. എണ്ണ ചൂടായി. ഇനി കടുക്. ഇതിൽ ഉഴുന്നുപരിപ്പ് വേണമെന്നൊന്നുമില്ല, കടുക് മതി. മുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യാനുസരണം കടുക്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത്. അപ്പോൾ പ്രധാന കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാടി ചെറുതായിട്ടൊന്ന് മൂക്കണം. ഇപ്പം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നിറം ചെറുതായി ഒന്ന് മാറാൻ തുടങ്ങുന്നു, തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് നന്നായി വാടി നിറം മാറാൻ തുടങ്ങുന്ന ഒരു പാകമാകണം. സവാളയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായി മാറാൻ തുടങ്ങുന്നു, മൂക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വെള്ളം അതൊന്ന് ഒഴിക്കും. ഇത് 1 കപ്പ് റവയല്ലേ എടുത്തേ, അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഏതാണ്ട് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. നന്നായിട്ട് തിളക്കട്ടെ, നല്ല വെട്ടി തിളച്ചിട്ട് നമ്മൾ റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. നല്ല വെട്ടി തിളയ്ക്കുന്നു വെള്ളം. നോക്കിക്കേ, ഈ റവ ഇത് നമ്മളുടെ ഗോതമ്പ് റവ ആണെന്നുണ്ടല്ലോ. ഇനി എന്താ വേണ്ടത്? ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ഇതൊരു പകുതി വേഗമാകുമ്പോൾ ചേർക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് പാത്രം അടയ്ക്കുന്നു. കണ്ടില്ലേ, നല്ല തിളവ്. പാത്രം നന്നായിട്ട് അടയ്ക്കുക, തീ നന്നായിട്ടൊന്ന് കുറയ്ക്കുക. ചെറിയ തീയിൽ കിടക്കട്ടെ. ചെറിയ തീയിൽ കിടന്നിട്ടാണ് വേഗേണ്ടത്. വെന്ത വെള്ളം വറ്റണം. പകുതി വേഗമാകുമ്പോൾ ഞാൻ ഒന്നുകൂടി അടപ്പ് തുറന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അന്നേരമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു പകുതി വേഗമായിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഈ സ്റ്റേജിൽ ഞാൻ ഉപ്പും കൂടി ചേർക്കുന്നു. ഒരു 5 മിനിറ്റ്, എല്ലാം കൂടി ഒരു 7 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. പാകത്തിന് വെന്ത് കഴിഞ്ഞ് വെള്ളവും വറ്റി. ഇനിയാണ് ഇതിലേക്ക് തേങ്ങ എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് 1 കപ്പ് തേങ്ങ ചേർക്കും. തേങ്ങ ചേർക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ്. പണിയായി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് റെഡി. കണ്ടല്ലോ, ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല തോരൻ മാതിരിയാകും. ഒട്ടും തന്നെ കുഴഞ്ഞ് അങ്ങനെയൊന്നും പോകില്ല. ഓഫ് ചെയ്യുന്നു. ഉപ്പുമാവ് റെഡി. എന്ത് എളുപ്പമല്ലേ, രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉപ്പുമാവ്. അത് ഗോതമ്പ് ഉപ്പുമാവാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എത്ര എളുപ്പം. മില്ലറ്റ് ദോശയുടെ കാര്യങ്ങൾ. ഇതിപ്പോൾ 1/2 കപ്പ് റാഗി, ഇതൊരു മില്ലറ്റാണ്. ഹോസ് ഗ്രാം എന്ന് പറഞ്ഞ മില്ലറ്റ്, അതും കറക്റ്റ് 1/2 കപ്പ് ചേർക്കാം. അതായത് മുതിര, അതും 1/2 കപ്പ്. ഇനി ഒരു 1/4 കപ്പ് ചെറുപരിപ്പ്. ചെറുപയറായിട്ട് വേണമെങ്കിലും ചേർക്കാം, ചെറുപരിപ്പായിട്ടാണെങ്കിലും. അതായത് 3 ടേബിൾ സ്പൂൺ. 1/4 കപ്പ്. 1/4 കപ്പ് ഉഴുന്ന്. എല്ലാം ഞാൻ ഒന്നിൽ തന്നെ ചേർക്കുന്നേ. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് കഴുകാം. വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ നോക്കിയ വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആയില്ലേ? അത്ര നീറ്റായിട്ടാണ് ഞാനിപ്പോൾ കഴുകിയെടുത്തത്. ഇനി ഇതിനകത്തേക്കാണ് കുറച്ച് ചൗരിയും കൂടി ഇട്ട് വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചൗരി. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് കുതിർന്ന് റെഡിയായി വന്നോളൂ. ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു 6 മുതൽ 8 മണിക്കൂർ കുതിരണം. നന്നായിട്ട് കുതിർന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്ന മുതിര, ഉഴുന്ന്, റാഗി
എല്ലാം നന്നായിട്ട് ഉലുവ എല്ലാം നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞ് ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കും. ഇത് ഇഡ്ലിക്കല്ല, ദോശയ്ക്കാണ്. അത് കാരണം ഇച്ചിരി വെള്ളം കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഇത് ഫസ്റ്റ് ലോട്ട്. ഇതിൻ്റെ ബാക്കി ഇരിക്കുന്നത് ഇതേപോലെ തന്നെ അരച്ചെടുക്കും. ഇനി ഈ പാത്രം ഒന്ന് അടച്ചിടാം. അടച്ച് ഒരു 6 to 8 hours, 8 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കറക്റ്റ് ഫെർമെൻറ്റഡ് ആവും. അത് കഴിഞ്ഞാൽ നല്ല ദോശ, ഹെൽത്തി ദോശ ഉണ്ടാക്കും. ഇങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞ് അരച്ച മാവ് നോക്കിയേ നല്ല ഫെർമെൻറ്റഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് കാണിച്ചല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാനതിൽ ചേർത്തിരുന്നു 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരച്ചപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ച് അരച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തല്ലോ. ഇനി കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു ദോശയുടെ കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴത്തേ നോക്കിയ ഒരു ദോശയുടെ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞു. കുറച്ച് നല്ല കല്ലിൽ നിന്ന് ഇറങ്ങി വരാനൊന്നും ഒരു പാടുമില്ല. ട്രഡീഷണൽ ദോശക്കല്ല് തന്നെയാണ്, നോൺ സ്റ്റിക്കിലും ചെയ്യാം. നോക്കിയാൽ നല്ല ക്രിസ്പി ശബ്ദം കേൾക്കാനല്ലേ. നമ്മൾ സാധാരണ ഗീ റോസ്റ്റൊക്കെ ചെയ്യണ പോലെ. റാഗി ഇഡ്ഡലി നമ്മൾ റാഗി വെച്ചിട്ട് മുത്താറി വെച്ചിട്ടുള്ള ഇഡ്ഡലി നന്നായിട്ട് കുതിർന്ന് റെഡി ആയിരിക്കുന്നത്. ഇപ്പോൾ 1/4 കപ്പ് ഉഴുന്നും 2 ടീസ്പൂൺ ഉലുവയും. അപ്പോൾ ഈ വെള്ളം ഞാൻ സെപ്പറേറ്റ് ഊറ്റി മാറ്റി വയ്ക്കും. ആവശ്യാനുസരണം ഒഴിച്ചിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. ഇത് നോക്കിയേ ചൗവരി, ഇത് 1/4 കപ്പ് ചൗവരി ആയിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചു. ഇതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു നോക്കി. ഒരു 5-6 hours മുന്നേ വെച്ചാൽ മതി. ഇതുപോലെയാകും. റാഗി ഇത് നന്നായിട്ട് കഴുകി ഒരു 4-5 വെള്ളം കഴുകിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ച് വെച്ചത്. ഈ വെള്ളം നമുക്ക് വേണമെന്നില്ല, ഇത് കളയാം. റാഗിനെ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും താഴെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ വന്ന് അടിഞ്ഞ് നിൽക്കും. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് നമ്മുടെ അവലാണ്. കുറച്ച് വെള്ളം 3 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഈ അവലിൻ്റെ അളവ് അതാണ് 1/4 കപ്പ്. വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാം. നമ്മളിത് അരച്ച് തുടങ്ങി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഉഴുന്നിൻ്റെ വെള്ളം ആദ്യം ഒന്ന് മാറ്റട്ടെ. അത് ആവശ്യാനുസരണം എടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം, കുതിർത്ത വെള്ളം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചൗവരി കുതിർന്നതും കൂടി ചേർക്കണം. ഉഴുന്ന്, ഉലുവ ആൻഡ് ചൗവരി റെഡി. നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു. ഇനി അവൽ കുതിരാൻ വെച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഉഴുന്നിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം. ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇത്രയും മതി. ഒരു 4 പേരുള്ള ഫാമിലിക്കെല്ലാം ധാരാളം മതിയാകും. അപ്പം മാവ് റെഡിയാണ്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു കുറച്ച് ഗ്യാപ്പിട്ട് അടയ്ക്കണം. എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല പഫി ആയിട്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് ഫെർമെൻറ്റഡ് ആണ്, കാണുന്നുണ്ടല്ലോ. ഇഡ്ഡലിക്ക് ദോശയ്ക്കും എല്ലാം ഓക്കെയാണ്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് കൂടി ചേർക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. വെള്ളം തിളപ്പിക്കാൻ വയ്ക്കട്ടെ അടിഭാഗത്ത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇഡ്ഡലി പാത്രത്തിൽ എണ്ണയൊക്കെ തടവിയിട്ട് കോരി ഒഴിക്കാം. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇങ്ങനെ റാഗി ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് തീ ഓഫ് ചെയ്യട്ടെ.
ഇതെല്ലാം ഒന്ന് തണുക്കട്ടെ ഒരുവിധം. എന്നിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഇച്ചിരി വെള്ളം കുടഞ്ഞ് വയ്ക്കാം, തണുത്ത വെള്ളം. ഇഡ്ഡലി നോക്കിയേ, നല്ല സോഫ്റ്റ്. നമുക്കൊരു ഫാമിലിക്ക് ധാരാളം, ഒരു 4 പേരുള്ള ഫാമിലിക്ക് ധാരാളം, 4-5 പേർക്ക് കുഴപ്പമില്ല. വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഡയറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പാടുമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.